ആദ്യം വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്ഥാനത്ത് അത് വന്നു. ശ്വാസതടസ്സം വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. കേരളത്തിൽ നിന്ന് മരുന്ന് കഴിച്ചായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചായിരുന്നു. അവസാനം മരിച്ചു പോകുന്നവരെ വിചാരിച്ചു. റിപ്പോർട്ട്സ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ 6 മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം അവർ വർക്കിന് പോകുന്നുണ്ട്, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ കൂടെയുള്ളത് പേഷ്യന്റ് റിലേറ്റീവ് ആണ്. ഇവർ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ സിംറ്റംസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരാനുണ്ടായ കാരണവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സർ നമസ്കാരം. സാറിന്റെ പേര്? എന്റെ പേര് ശ്യാം എന്നാണ് മാഡം. പേഷ്യന്റ് പേരെന്താ? എം ദുർഗ. സാറിന്റെ ആരെ പേഷ്യന്റ്? എന്റെ ചേച്ചിയാണ്. എവിടെ നിന്നാ വരുന്നത്? പ്രകാശം ജില്ല അദംകി മണ്ഡൽ. എത്ര വയസ്സുണ്ട് പേഷ്യന്റിന്? 37. സാറിന്റെ ചേച്ചിക്ക് എന്ത് ക്യാൻസർ ആയിരുന്നു? അതിന്റെ സിംറ്റംസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്? അവർക്കൊരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അതിനുശേഷം അതേ സ്ഥാനത്ത് വീണ്ടും വേദന വന്നായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലെൻ ക്യാൻസർ ആയിരുന്നു. എന്നിട്ട് അവിടുന്ന് തന്നെ കീമോതെറാപ്പിയും റേഡിയേഷനൊക്കെ ചെയ്തായിരുന്നു. എല്ലാം 5 തവണയോളം ചെയ്തിട്ടുണ്ട്, റേഡിയേഷൻ ഉൾപ്പെടെ. 6ാം തവണ കീമോ ചെയ്യാനായി പോയപ്പോൾ ബോഡി വീക്കായി പോയി. അങ്ങനെ വീട്ടിലേക്ക് പോയി. ഓക്കെ. സാറിന്റെ സിസ്റ്ററിന് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്? എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത്? അതിനുശേഷം ബയോപ്സി ചെയ്ത് കൺഫേം ചെയ്തു. ഓക്കെ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്? വീട്ടിലായിരുന്ന സമയത്ത് വയറുവേദന വന്നായിരുന്നു. വയറുവേദന വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി. അവിടുന്ന് കുടലിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. ഇത് പെട്ടെന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ സ്പ്രെഡായിട്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു. എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു? ലങ്സ്, ലിവർ, കിഡ്നിയിൽ പോലും വന്നായിരുന്നു മാഡം. ഓക്കെ. സാർ ഇപ്പൊ പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെയാണ്? ഉറക്കം, ഭക്ഷണം അതൊക്കെ എങ്ങനെയാ? ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. കിഡ്നിയിലെ പ്രശ്നമായതുകൊണ്ട് വയറുവേദനയൊക്കെ ഉണ്ട്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഭക്ഷണം തീരെ കഴിക്കുന്നില്ല. 1 ഇയർ ആയിട്ട് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ കഴിഞ്ഞ മാസം കൂടി ഓപ്പറേഷൻ ആയിരുന്നു, 5ാമത്തെ ഓപ്പറേഷൻ. അതെന്തിനു വേണ്ടിയാ സർ? അതുകൊണ്ട് ശരീരം വളരെ വീക്കായി പോയി. ഓക്കെ. സർ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എന്ത് വിശ്വാസത്തോടെയാണ് സാർ വരുന്നത്? അതിനെപ്പറ്റി പറയാമോ സർ? ഞങ്ങൾക്ക് ഇത്രയധികം മരുന്നൊക്കെ കഴിച്ചിട്ടും ഒരു മാറ്റമില്ല എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത പേടിയായിരുന്നു. കേരളത്തിൽ നിന്ന് മരുന്ന് കഴിച്ചായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് കഴിച്ചായിരുന്നു. അതിനുശേഷം മരിച്ചു പോകുന്നതായപ്പോഴാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവിടെ മാമന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹം ഒരു മേസ്ത്രിയാണ്. അദ്ദേഹം വഴി അറിഞ്ഞാണ് ഹൈദരാബാദിലേക്ക് ഞങ്ങൾ വന്നത്. ചേച്ചിക്ക് വരാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഡോക്ടർ അവരോട് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചു. റിപ്പോർട്ട്സ് എടുത്ത് കാണിച്ചതിന് ശേഷം ഒരു 6 മാസത്തെ മരുന്ന് തന്നയച്ചു. അതാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. സർ ഇത് വളരെ നല്ല കാര്യമാണ്. 6 മാസത്തിനുള്ളിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ടല്ലേ സർ? അവർക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല മാറ്റമുണ്ട്. അവർക്ക് ചെറിയ 2 മക്കളുണ്ട്. എന്റെ അനിയത്തിമാർക്ക് വലിയ മക്കളാണ്. പക്ഷെ എന്റെ ചേച്ചിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും ഒരു 3 ഇയേഴ്സ് ബേബിയും ഉണ്ട്. 2 പേര്. വളരെ ക്ഷീണിച്ചിട്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നത്. ഇപ്പം മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ചേച്ചി ഒരിടത്ത് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പോ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ സർ. സാറ് നല്ല വിശ്വാസത്തോടു കൂടിയല്ലേ ഇവിടേക്ക് വന്നത് ചേച്ചിയും കൊണ്ട്? സർ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലെ മരുന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. അസുഖം പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് സർ. ഓക്കെ. താങ്ക് യു.